ഹലോ, സുജയോ? ഉണ്ടല്ലോ. ആരാ? സുജേ, സുജേ, എന്താ ശ്രീയേട്ടാ? ഫോൺ. ആരാ ശ്രീയേട്ടാ? ആരാ? നിന്റെ ഒരുപാട് കിന്നിരിക്കാനൊന്നും നിൽക്കണ്ട. ഹലോ. ഞാനാടി ടോമി ഈപ്പൻ ദേവസി. അയ്യോ, ആരാ ഇത്? ടോമി ചായനോ? ഇത് എവിടുന്നാ? ഇവിടെ കാഞ്ഞിരപ്പള്ളിന്ന് തന്നെ ആന്നേ. ഒന്ന് പതുക്കെ പോടാ തെമ്മാടി. ഓ, ഏത് പെണ്ണിനോടാ ഈ ലാത്തി? ലീനെ. ആ എടി എന്നാടി, നീ നമ്മളെയൊക്കെ അങ്ങ് മറന്നായിരുന്നോ? നിന്റെ ഈ നമ്പർ ഒന്ന് തപ്പിപ്പിടിക്കാൻ പെട്ട പാട്. ഉവ്വ് നിനക്ക് വല്യമ്മച്ച വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴാ കാണുന്നേ? ടോമി ചായോ എന്നോടാണോ? അല്ലായേ, ഈ ഫോണിൽ പറഞ്ഞതാണേ. എന്റെ ഈശോയെ, ഈ നാട്ടിലെ പെമ്പിള്ളേർക്ക് വേറെ പണിയില്ലായോ? ഇതെന്നാ പറ്റി? ആ നല്ല മുടി എന്നാത്തിനാ മുറിച്ച് കളഞ്ഞേ? മുടിയോ? ഈ ടോമി ചായനത് എന്നാ പറ്റി? അത് ഇവിടെ പറഞ്ഞ കാടി. നമ്മുടെ പണിക്കരടത്തെ എൽസി ഇല്ലായോ, അവരോട്. അപ്പൊ പഴയ സ്വഭാവം ഒന്നും മാറിയിട്ടില്ല അല്ലേ? എങ്ങനെ മാറാനാടി? ഞാൻ ഒന്നുമില്ലേലും ആ പഴയ കാഞ്ഞിരപ്പള്ളിക്കാരൻ അച്ചായനല്ലായോ? വെറുതെ കുടുംബക്കാരെ പറയിപ്പിക്കാത്ത തെമ്മാടി. ഇപ്പോഴും തന്നെ മഞ്ഞും കുളിരും നനുത്ത ഓർമ്മകളും കോണിയാക്കും. അതൊക്കെ തന്നെയല്ലേ? ചിരിക്കുന്നു. ഓ, അവളും മിടിക്കായിട്ടിരിക്കുന്നു. ശരി, ഇടയ്ക്ക് വിളിക്കണേ. ഓ, കഴിക്കേ. എന്തിനാ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? എത്ര നാള് കൂടിയിട്ടാ ടോമി ചായൻ വിളിക്കുന്നതെന്ന് അറിയോ? ഏയ്, അവൻ നിന്നെ വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല, നിനക്ക് അറിഞ്ഞൂടെ? പിന്നെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാൻ തന്നെയല്ലേ പിന്നെ പിന്നെ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? ഓ, എന്റെ ശ്രീയേട്ടാ, വളരെ മോശമാണ് കേട്ടോ ഇത്. കാലം എത്രയായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്? മോളുണ്ടായെന്ന് അറിഞ്ഞിട്ട് കൂടി എന്റെ വീട്ടുകാർ ആരെങ്കിലും ഒന്ന് വിളിക്കണ്ടോ? ആകെ ഞാൻ ജീവിച്ചിരിക്കണ്ടോ എന്നറിയാൻ വിളിക്കുന്ന ആളാ ടോമി ചായൻ. ടോമി ചായനോട് ഞാൻ വിളിക്കണ്ടെന്ന് പറയണോ? വേണ്ടടി, പറയണ്ട, വിളിച്ചോട്ടെ. അവളുടെ ഒരു ടോമി ചായൻ. ഇങ്ങനാണെങ്കിൽ ഇനി ടോമി ചായൻ വിളിക്കുമ്പോ ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേക്ക്. ഫോൺ തരണ്ട, പോരെ? ഏത് നേരത്താണാവോ ടോമി ചായൻ എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയാൻ തോന്നിയത്? എന്നാ പിന്നെ അവനെ തന്നെ കെട്ടായിരുന്നില്ലേ? മതിയായിരുന്നു. എന്ത്? ഓ, മനസമാധാനം പോയെന്ന് പറഞ്ഞതാ. മോളെ, അച്ഛനോട് പോയി കുളിക്കാൻ പറ. ആ ചൂടൊന്ന് ആറട്ടെ. അച്ഛ ഒന്ന് പോയി കുളിക്കച്ചാ, തണുക്കട്ടെ. നിന്റെ അമ്മയുടെ അച്ഛ ഇറക്കിട്ടോ. നിന്റെ തള്ളയോട് പറയടി. അമ്മ, ഞാൻ പോണു കേട്ടോ. വാ പിള്ളേരെ വേഗം. ആരാ? ശ്രീകുമാറില്ലേ? ഉവ്വ്. ഞങ്ങള് വടക്കുംഭാഗത്തുനിന്നാ. കുട്ടികളെ ശ്രീകുമാറിന്റെ അടുത്ത് ട്യൂഷനാക്കാൻ വന്നതാ. ട്യൂഷനോ? അതെ, ട്യൂഷൻ. കുട്ടികൾ പാചകത്തിന് വളരെ മോശ. കെട്ടിച്ചുവിടാനുള്ളതല്ലേ, അതാ. അന്യ വീട്ടിൽ ചെന്നൊന്നും വെക്കാൻ അറിയില്ലെന്ന് പറഞ്ഞാ അത് മോശാവൂലേ? അതുകൊണ്ടാ. കുടുംബശ്രീയിൽ വന്നപ്പോ ശ്രീകുമാറാ പറഞ്ഞത് 3 മാസം കൊണ്ട് എല്ലാം പഠിപ്പിക്കാന്ന്. അല്ല, അത് പിന്നെ വേറൊന്നുമില്ല, അവർക്കൊരു ഉപകാരവും എനിക്കൊരു ചെറിയ വരുമാനമാവില്ലെന്ന് വിചാരിച്ചിട്ടാ. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. ഇപ്പൊ വരാട്ടോ. ഇവിടെ ചേച്ചിയുടെ ഭരണമെന്നാ തോന്നുന്നത്. ചുമ്മാ ഇരിയടി. എന്താ ഉദ്ദേശം? ഒന്നുമില്ല. വേറെ 1 മാസം കൊണ്ട് എന്നെ പഠിപ്പിച്ചതാ ദാ ബാഗും തൂക്കി അവിടെ നിൽക്കുന്നത്. അയ്യേ, വെറുതെ മനുഷ്യരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കല്ലേ? നീ എന്തൊക്കെ പറയും? ശ്രീയേട്ടൻ ട്യൂഷന് ഫീസൊന്നും വാങ്ങിക്കില്ല. പിന്നെ ഇവരുടെ കൂടെ ക്ലാസ്സില് നിങ്ങളും കൂടെ ഇരുന്നോളൂ. ആയിക്കോട്ടെ. നിങ്ങൾ കയറിയിരിക്കേ, ഞാൻ മോളെ വിട്ടിട്ട് വരാം. സുജയ, നിനക്ക് തെറ്റിദ്ധാരണയൊന്നും ഇല്ലല്ലോ അല്ലേ?
അതിന് ഞാൻ ശ്രീകുമാർ അല്ലല്ലോ. പാചകകലയിലെ ആദ്യ അക്ഷരമാണ് ചായ. ചായ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇതിന് വേണ്ടുന്ന കൂട്ട്: വെള്ളം, തേയില, പഞ്ചസാര, പാല്. ഓക്കെ, ആർക്കും സംശയമൊന്നുമില്ലല്ലോ? ഇല്ല മാഷെ. ഓക്കെ, ഇനി നമ്മൾ ഉണ്ടാക്കിയ ചായ നമ്മൾ തന്നെ ടേസ്റ്റ് ചെയ്യുന്നു. ഓരോന്ന് എടുത്തോളൂ. കുട്ടി ഒരെണ്ണം എടുത്തിട്ട് ഒരെണ്ണം അമ്മയ്ക്ക് കൊടുത്തോളൂ. വേഗം 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 വേഗം. എപ്പോഴും നമ്മൾ അടുക്കള വൃത്തിയായി സൂക്ഷിക്കണം. അതിനെന്താണ് വേണ്ടത്? നോക്കി നിൽക്കാതെ തുടക്കി കുട്ടി. ഇതാ ഇവിടേക്ക്. ഇവിടെ തുടയ്ക്കൂ. വേഗം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നാളെ നമ്മൾ പഠിക്കാൻ പോണത് ചമ്മന്തി എങ്ങനെ അരയ്ക്കാന്നുള്ളതിനെ കുറിച്ചാ. ആർക്കൊക്കെ നന്നായിട്ട് അരയ്ക്കാൻ അറിയാം? നല്ല ബെസ്റ്റ് അരയായിരിക്കണം. അരയോ? ആരുടെ അരയുടെ കാര്യം നിങ്ങൾ പറയണേ? അയ്യേ, നീ ഉദ്ദേശിച്ച അരയല്ല. അര ചമ്മന്തി അര. ട്യൂഷൻ ക്ലാസ് കിടന്നോണ്ടിരിക്കടേ. എന്റെ ശ്രീയേട്ടാ, നിങ്ങൾ പത്രം ഒന്നും വായിക്കുന്നില്ലേ? നാട് മുഴുവനും സ്ത്രീപീഡന. ഈ അരയും തുടയും പഠിപ്പിക്കാൻ നിന്ന് അവസാനം പെട്ടു പോയേക്കരുത്. ആ പിന്നെ ഞാൻ വിളിച്ചതേ, ഇന്ന് റോയിച്ചായന്റെ വീട്ടില് പാർട്ടിക്ക് പോണ്ടേ? ഓ, ഇന്നാണല്ലോ റോയിച്ചായന്റെ 25th വെഡിങ് ആനിവേഴ്സറി. ഞാനതങ്ങ് മറന്നുപോയി. നീ ബാങ്കിൽ നേരത്തെ വന്നാൽ മതി, നമുക്ക് ഒന്നിച്ചു പോവാം. ഓക്കെ. അപ്പൊ നമ്മൾ എവിടെയാ നിർത്തിയത്? ചമ്മന്തിയര. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. പോയിക്കോ. എല്ലാവർക്കും കൊടുക്കണം. റോയിച്ചായ കൈകൊണ്ട് തന്നെ 25ാം വിവാഹ വാർഷികത്തിന് എന്റെ എല്ലാവിധ ആശംസകളും. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, റോയിച്ചനും റോസമ്മയ്ക്കും ഇതുപോലെയുള്ള ഒരുപാട് വിവാഹ വാർഷികങ്ങൾ ആഘോഷിക്കാനുള്ള ആരോഗ്യവും ഐശ്വര്യവും ജഗദീശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവർക്ക് വേണ്ടി എഴുതി തയ്യാറാക്കിയ അവിയല് പോലൊരു ജീവിതം എന്ന കവിത ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ആലപിക്കാൻ പോകുകയാണ്. മോളെ, അച്ഛൻ നമ്മുടെ മാനം കളയും. എങ്ങനെങ്കിലും ഒന്ന് തട്ടിപ്പറിക്കടാ. ഞങ്ങൾ രണ്ടുപേരും കൂടെ മനസ്സിരുത്തി വിശദമായിട്ട് വായിച്ചോളാം. അല്ല, ഞാനാവുമ്പോ കുറച്ച് ഈണത്തില്. നീ പോയി 2 എണ്ണം പിടിപ്പിക്കടാ. വായിച്ചിട്ട് പിടിപ്പിക്കാം. പിടിപ്പിച്ചിട്ട് വായിക്കാന്ന്. അല്ല, അല്ല, നിങ്ങളൊക്കെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യേ. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡിഷ് പ്രിപ്പയർ ചെയ്യാം. ഒരു സാലഡ്. ഞാനൊന്ന് അടുക്കളയിലേക്ക് കേട്ടെ. നിനക്കതാ നല്ലത്, അല്ലാതെ കവിത ചൊല്ലലല്ല. ലക്ഷ്മി എടുത്ത് ഇങ്ങോട്ട് വന്നേ. ഇന്ന് ലക്ഷ്മി എടുത്തേക്ക് ഞാൻ ചിലത് സ്പെഷ്യലായിട്ട് പറഞ്ഞു കൊടുക്കും. ഇവൻ മനുഷ്യന്റെ മനസ്സമാനം കളയുമല്ലോ. അതെന്നെ കുറിപ്പിയട്ടെ. അതോ, ഇവൻ ഈ പെണ്ണുങ്ങൾ ചെയ്യുന്ന അടുക്കള ജോലിയൊക്കെ ചെയ്ത് വെറുതെ ആളാവുകയല്ലേ? 24 മണിക്കൂറും അവന്റെ കാര്യം പറയാനേ ലക്ഷ്മിക്ക് നേരമുള്ളൂ. അതൊക്കെ കളയന്റെ കുറിപ്പിയട്ടെ. നമുക്ക് പോയി 2 എണ്ണം പിടിപ്പിക്കാം.